നമ്മൾ മലയാളത്തിൽ പൊതുവേ സംസാരിക്കാറുള്ളതാണ് നീ എന്നെ വിളിക്കണമായിരുന്നു, നീ എന്നെ സഹായിക്കണമായിരുന്നു, നീ എവിടെ പോകണമായിരുന്നു, നീ എന്നെ അറിയിക്കണമായിരുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 61ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ആ ക്ലാസ്സുകളൊക്കെ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓർഡർ ക്രമത്തിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നായി പ്രധാനമായിട്ടും നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ ഒരുപാട് തിയറികൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ആ തിയറികൾ വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വരുന്നത് നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ എത്ര തന്നെ തിയറികൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അറിവുകൾ ലഭിക്കുമെന്നല്ലാതെ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അഥവാ സംസാരിക്കാനുള്ള ഒരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങളെ സംസാരിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ സംസാരിക്കാൻ പറ്റും. സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നോളജ് മനസ്സിലാക്കി നിങ്ങളെ സംസാരിപ്പിച്ചെടുപ്പിച്ചിട്ട് സംസാരിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. നീ പഠിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നീ പഠിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ്. നീ പഠിക്കണമായിരുന്നു. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വാക്കുകളുടെ ഓർഡറും അതുപോലെ തന്നെ സാഹചര്യവും നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കുക. സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് എന്ന് പറയുന്നത് മുന്നേ ഒരു കാര്യം നീ ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണമായിരുന്നു, ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് ചേർക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് യു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഷുഡ് ചേർക്കാം. മൂന്നാമതായിട്ട് ഹാവ് ചേർക്കാം. നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത്, ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്. എപ്പോഴും പ്രവൃത്തി V3 തന്നെ ചേർക്കണം. സ്റ്റഡീഡ് എന്ന് തന്നെ പറയണം. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടാതെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഷുഡ് ഹാവ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഷുഡിന് ഒരർത്ഥം, അതുപോലെ തന്നെ ഹാവിന് മറ്റൊരർത്ഥം നിങ്ങൾ വെച്ച് അങ്ങനെ പറയരുത്. ഇതിന് പറഞ്ഞാൽ ഷുഡ് ഹാവ് എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നീ അറിയിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നീ അറിയിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഇൻഫോംഡ്. ഇൻഫോം എന്നുള്ളതാണ് അറിയിക്കുക. യു ഷുഡ് ഹാവ് ഇൻഫോംഡ്. നീ അറിയിക്കണമായിരുന്നു. അവൾ കഴിക്കണമായിരുന്നു എന്നെങ്ങനെ പറയും? അവൾ കഴിക്കണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ഈറ്റൺ. ഈറ്റ് എന്നുള്ളതാണ് കഴിക്കുക. അതിൻ്റെ V3 ആണ് ഈറ്റൺ വരുന്നത്. ഷീ ഷുഡ് ഹാവ് ഈറ്റൺ. അവൾ കഴിക്കണമായിരുന്നു. അവൻ വരണമായിരുന്നു എന്നെങ്ങനെ പറയും? അവൻ വരണമായിരുന്നു. ഹി ഷുഡ് ഹാവ് കം. അവൻ വരണമായിരുന്നു. നീ പോകണമായിരുന്നു എന്നെങ്ങനെ പറയും? നീ പോകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ. നീ പോകണമായിരുന്നു. നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് ആദ്യം നോക്കിയത്. നമുക്ക് അടുത്തത് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. നീ എന്നെ അറിയിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നീ എന്നെ അറിയിക്കണമായിരുന്നു. അങ്ങനെ പണ്ട് അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ. നീ എന്നെ അറിയിക്കണമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഇവിടെ വരണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വന്നു കഴിഞ്ഞതല്ല, വരണമായിരുന്നു. അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. ദേ ഷുഡ് ഹാവ് കം ഹിയർ. അവർ ഇവിടെ വരണമായിരുന്നു.
അവൻ നിന്നെ ക്ഷണിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ക്ഷണിക്കുക എന്ന് പറയുന്നത് ഇൻവൈറ്റ് എന്നുള്ളതാണ്. ഹി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് യു. അവൻ നിന്നെ ക്ഷണിക്കണമായിരുന്നു. നമ്മൾ അവരെ സഹായിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ അവരെ സഹായിക്കണമായിരുന്നു. വി ഷുഡ് ഹാവ് ഹെൽപ്ഡ് ദം. നമ്മൾ അവരെ സഹായിക്കണമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവനോട് മാന്യമായി സംസാരിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? മാന്യമായി എന്നുള്ളത് പൊളൈറ്റ്ലി എന്നാണ് പറയുക. യു ഷുഡ് ഹാവ് സ്പോക്കൺ ടു ഹിം പൊളൈറ്റ്ലി. നീ അവനോട് മാന്യമായി സംസാരിക്കണമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ മികച്ച പ്രകടനം നടത്തണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡ് ഹാവ് പെർഫോംഡ് വെൽ. നീ മികച്ച പ്രകടനം നടത്തണമായിരുന്നു. നീ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നീ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു. യു ഷുഡ് ഹാവ് ടേക്കൺ ഹിം ടു ദ ഹോസ്പിറ്റൽ. നീ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ടേക്ക് ടു എന്ന് പറയുന്നത് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതിൻ്റെ V3 ആണ് ടേക്കൺ ടു എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നമ്മൾ ഇവിടെ നേരത്തെ എത്തണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഇവിടെ നേരത്തെ എത്തണമായിരുന്നു. വി ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഏർലി. നമ്മൾ ഇവിടെ നേരത്തെ എത്തണമായിരുന്നു. ഏർലി എന്നുള്ളതാണ് നേരത്തെ എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ അവനെ മനസ്സിലാക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഷുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഹിം. ഞാൻ അവനെ മനസ്സിലാക്കണമായിരുന്നു. കൂടുതലായിട്ടും ഷുഡ് ഹാവിൻ്റെ കൂടെ ഐയോ അതുപോലെ തന്നെ വിയോ ആണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം വരിക, എന്തെങ്കിലും ഒരു കുറ്റബോധമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ് പൊതുവേ വരിക. ഇതുപോലുള്ള വേറൊരു ഉദാഹരണം കൂടി നോക്കാം. ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലി. ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു. ഞാൻ അവളെ ഉപദേശിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ അവളെ ഉപദേശിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് അഡ്വൈസ്ഡ് ഹർ. ഞാൻ അവളെ ഉപദേശിക്കണമായിരുന്നു. നമ്മൾ നന്നായി പരിശീലിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട്, അപ്പം പറയാണ് നമ്മൾ നന്നായി കുറച്ചും കൂടി നല്ല രീതിയിൽ നടന്ന് പരിശീലിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വി ഷുഡ് ഹാവ് പ്രാക്ടീസ്ഡ് വെൽ. നമ്മൾ നന്നായി പരിശീലിക്കണമായിരുന്നു. നമുക്ക് കുറച്ച് വലിയ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പോലീസിനെ അറിയിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വലിയ സെന്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പൊതുവേ നമ്മൾ സംസാരിക്കുന്നതാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പോലീസിനെ അറിയിക്കണമായിരുന്നു. നമ്മൾ പഠിച്ചതാണ് ഇഫിൻ്റെ ഉപയോഗം. ഇഫ് യു ഹാവ് എനി പ്രോബ്ലം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ഇഫിൻ്റെ ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് ഇഫിൻ്റെ ഉപയോഗം നമ്മൾ പഠിച്ചതാണ്. യു ഷുഡ് ഹാവ് ഇൻഫോംഡ് ദ പോലീസ്. ഇഫ് യു ഹാവ് എനി പ്രോബ്ലം യു ഷുഡ് ഹാവ് ഇൻഫോംഡ് ദ പോലീസ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പോലീസിനെ അറിയിക്കണമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അനുവാദം ചോദിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അനുവാദത്തിന് പെർമിഷൻ എന്നാണ് പറയുക. ഇഫ് ദേ ഹാവ് ടേക്കൺ ലീവ് ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് ദ പെർമിഷൻ. അവർ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അനുവാദം ചോദിക്കണമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് അവസരം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കണമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഷുഡ് ഹാവ് മാരീഡ് ഹർ വെൻ ഐ ഹാഡ് ദ ചാൻസ്. എനിക്ക് അവസരം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കണമായിരുന്നു. വെന്നിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. വെന്നിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. വെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരിക. നമ്മളിപ്പോൾ നോക്കിയത് പഠിക്കണമായിരുന്നു എന്നുള്ള രീതിയിലാണ്. പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. നമുക്ക് അടുത്തത് എങ്ങനെയാണ് പഠിക്കണമായിരുന്നില്ല എന്നെങ്ങനെ പറയുക എന്ന് നോക്കാം. ഷുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഷുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മതി. യു ഷുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ്. നീ പഠിക്കണമായിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് വരിക. ഷുഡ് നോട്ട് എന്നും പറയാം, അതുപോലെ തന്നെ ഷുഡിൻഡ് എന്നും പറയാൻ പറ്റുന്നത്. യു ഷുഡിൻഡ് ഹാവ് സ്റ്റഡീഡ്. നീ പഠിക്കണമായിരുന്നില്ല. നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നീ വരണമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? നീ വരണമായിരുന്നില്ല. യു ഷുഡിൻഡ് ഹാവ് കം. നീ വരണമായിരുന്നില്ല. അവൾ എടുക്കണമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ എടുക്കണമായിരുന്നില്ല. ഷീ ഷുഡിൻഡ് ഹാവ് ടേക്കൺ. ടേക്ക് എന്നുള്ളതാണ് എടുക്കുക എന്നുള്ളത്. അതിൻ്റെ V3 ആണ് ടേക്കൺ വരുന്നത്. ഷീ ഷുഡിൻഡ് ഹാവ് ടേക്കൺ. അവൾ എടുക്കണമായിരുന്നില്ല. അവൻ അറിയിക്കണമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ അറിയിക്കണമായിരുന്നില്ല. ഹി ഷുഡിൻഡ് ഹാവ് ഇൻഫോംഡ്. ഇൻഫോം എന്നുള്ളതാണ് അറിയിക്കുക. ഹി ഷുഡിൻഡ് ഹാവ് ഇൻഫോംഡ്. അവൻ അറിയിക്കണമായിരുന്നില്ല. അവൾ കളിക്കണമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ കളിക്കണമായിരുന്നില്ല. ഷീ ഷുഡിൻഡ് ഹാവ് പ്ലേഡ്. അവൾ കളിക്കണമായിരുന്നില്ല. നമുക്കടുത്തത് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം.
നീ അവിടെ പോകണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. യു ഷുഡിൻറ്റ് ഹാവ് ഗോൺ there. നീ അവിടെ പോകണമായിരുന്നില്ല. നിങ്ങൾ അവനെ സംരക്ഷിക്കണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ അവനെ സംരക്ഷിക്കണമായിരുന്നില്ല. യു ഷുഡിൻറ്റ് ഹാവ് പ്രൊട്ടക്റ്റഡ് ഹിം. നിങ്ങൾ അവനെ സംരക്ഷിക്കണമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. നമ്മൾ അവരെ ബഹുമാനിക്കണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നമ്മൾ അവരെ ബഹുമാനിക്കണമായിരുന്നില്ല. വി ഷുഡിൻറ്റ് ഹാവ് റെസ്പെക്റ്റഡ് ദം. നമ്മൾ അവരെ ബഹുമാനിക്കണമായിരുന്നില്ല. അവൾ അത് എടുക്കണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ ഷുഡിൻറ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. അവൾ അത് എടുക്കണമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവരെ ക്ഷണിക്കണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. യു ഷുഡിൻറ്റ് ഹാവ് ഇൻവൈറ്റഡ് ദം. നീ അവരെ ക്ഷണിക്കണമായിരുന്നില്ല. അവൻ അവരെ തല്ലണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഹി ഷുഡിൻറ്റ് ഹാവ് ബീറ്റൺ ദം. അവൻ അവരെ തല്ലണമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ അവരെ അറിയിക്കണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ഷുഡിൻറ്റ് ഹാവ് ഇൻഫോംഡ് ദം. ഞാൻ അവരെ അറിയിക്കണമായിരുന്നില്ല. നീ അത് വാങ്ങണമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നീ അത് വാങ്ങണമായിരുന്നില്ല. യു ഷുഡിൻറ്റ് ഹാവ് ബോട്ട് ഇറ്റ്. നീ അത് വാങ്ങണമായിരുന്നില്ല. നമ്മൾ ഇതിൽ ഷുഡ് ഹാവ് വെച്ചിട്ട് പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ വാക്കുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നിലനിൽക്കൂ. അതുപോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലോ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യാർത്ഥം പറയുന്നത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പരിശീലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പ് വഴി ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വഴി നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.